യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല. തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ. നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ. നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ
ഭയമില്ലയേ അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഭാരത സംസ്കാരത്തെ തൊട്ടുണർത്തിയ അനേക കവിതകൾ, സാഹിത്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വൈരാഗ്യ ശതകത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ഭാഗം. അതിപ്രകാരമാണ്: ഇതാ വാർദ്ധക്യം ഭീതിപ്പെടുത്തുന്ന ഒരു കടുവയെ പോലെയാകുന്നു. വാർദ്ധക്യം, രോഗം ശത്രുവായി ശരീരത്തെ അടിക്കുന്നു, ശരീരത്തെ ഹിംസിക്കുന്നു. ആയുസ് പൊട്ടിയ പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നൊലിച്ചു പോലെ പോകുന്നത് പോലെ ആകുന്നു എന്ന്. എങ്കിലും മനുഷ്യൻ തനിക്ക് നാശകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ജീവിതം, അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യന് ദൈവം ഒരു ആയുസ് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസം ചെല്ലും തോറും അവൻ്റെ ആയുസ്സിൻ്റെ അവസാന ദിവസത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ നിത്യതയിലേക്ക് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുന്നതായ മനുഷ്യൻ. അവനെ ഭയപ്പെടുത്തുന്നതായ അനേക സംഭവങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട്, ജീവിതത്തിലെ അനേക പ്രതിസന്ധികൾ. ഇതെല്ലാം മനുഷ്യൻ കാണുമ്പോഴും അവൻ തനിക്ക് നാശകരമായ ജീവിതത്തെയാണ് സ്വന്തം ജീവിതത്തിലേക്ക് ആനയിക്കുന്നത്. ദൈവമക്കളെ, മരണം, രോഗം, ജീവിതത്തിൽ വരുന്ന ഓരോ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാം വ്യർത്ഥമാണ്, മായയാണ്. ശലോമോൻ പറയുകയുണ്ടായി, മായ സകലവുമായ ഭൂമിയിൽ കാണുന്നതൊക്കെയും സൂര്യന് കീഴെയുള്ള സകലതും മായ എന്ന് ശലോമോൻ പറയുകയുണ്ടായി. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ തന്നെത്താൻ സമ്പാദിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ ദാവീദ് അത് വീണ്ടും എടുത്തു പറയുന്നുണ്ട്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. മനുഷ്യ ജീവിതം നൈമിഷികമാണ്. നൈമിഷികമായ ജീവിതത്തിൽ, വ്യർത്ഥതയിൽ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മഹത്തായ നേട്ടം. ഫ്രാൻസിസ് തോമസൺ എന്ന പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ലോകപ്രശസ്ത കവിത, സാഹിത്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രശസ്തമായത് ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കവിതയാണ്. അതിൽ 1893 രചിച്ചതായ വളരെ മിസ്റ്റിക്കായ സ്പിരിച്വൽ പോയം ആയിരുന്നു അത്. അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് ആനയിച്ചതായ ഒരു അനുഗ്രഹീതമായ കവിത. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, നമ്മെ നശിപ്പിക്കുന്ന ഒരു ദൈവമല്ല, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പിൻപറ്റുന്ന, നമ്മുടെ പുറകെ നടക്കുന്ന മകനെ മകളെ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവസ്നേഹം മനുഷ്യ ഹൃദയത്തെ ദിനംതോറും ദൈവത്തിങ്കിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം വീണ്ടെടുത്ത് നമ്മെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ദിനംതോറും നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പിന്നീട് ആ കവിതയിൽ പ്രകാരം പറയുകയുണ്ടായി, ഐ ഫ്ലഡ് ഹിം ഡൗൺ ദ നൈറ്റ്സ് ആൻഡ് ഡേയ്സ് ഇയേഴ്സ്. ഞാൻ ജീവനുള്ള ദൈവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മാറി മാറിപ്പോകാൻ ഉദ്യമിച്ചു. ഡൗൺ ദ നൈറ്റ്സ് ആൻഡ് ഡേയ്സ് ഇയേഴ്സ്, ജീവിതകാലം
എൻ്റെ രാവും പകലും ഓരോ വർഷവും ഞാൻ ജീവിതം പാഴാക്കി കളഞ്ഞു. ഓഫ് മൈ ഓൺ മൈൻഡ് ആൻഡ് ദ മിസ്റ്റ് ഓഫ് ടിയേഴ്സ്, എൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുഴുവൻ കണ്ണീരായിരുന്നു. പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൽ അദ്ദേഹം വലഞ്ഞുപോയി. ബാല്യകാലം വളരെ നിരാശാപൂരിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൗമാരകാലം നിരാശപ്പെട്ട് ലണ്ടൻ തെരുവിലൂടെ ഏറ്റവും നിരാശനായി അദ്ദേഹം ക്ഷീണിതനായി അലഞ്ഞു തിരിഞ്ഞ് നടന്നതായ കാലം. പൈസയില്ല, ദാരിദ്ര്യവും പട്ടിണിയും പരിഹാസവും ഒറ്റപ്പെടുത്തലും എല്ലാമായി അദ്ദേഹം മനസ്സ് നീറിപ്പുകഞ്ഞ് വലഞ്ഞുപോയ വ്യക്തിയെ നിരാശപ്പെട്ടു പോയിരുന്നു. അദ്ദേഹം ജീവിതം മടുത്തു. അവസാനം വിഷം കഴിച്ചു ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ ആ മരണത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. തുടർന്ന് ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതായ ഫ്രാൻസിസ് തോംസൺ ദൈവസ്നേഹത്തെ നിരാകരിച്ചതായ വ്യക്തി അദ്ദേഹം പറയുകയാണ്, എന്നെ സദാ അനുധാവനം ചെയ്ത ദൈവസ്നേഹത്തെ അനുഭവിപ്പാൻ ഇന്നെനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, ഞാൻ എത്ര ഭാഗ്യവാനാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ നിരാകരിച്ചത്? എനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അനേക ഭൗതിക നേട്ടങ്ങൾ അതെല്ലാം നഷ്ടമായെങ്കിലോ എന്നുള്ള ഭയമാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്ന് അദ്ദേഹം തന്നെ അതിന് ഉത്തരം ഇപ്രകാരം എഴുതി, എന്നെ വഞ്ചിച്ച് ഒറ്റിക്കൊടുക്കാൻ നീ ശ്രമിച്ചത് മൂലം സർവ്വ വസ്തുക്കളും നിന്നെ വഞ്ചിച്ച് ഒറ്റിക്കൊടുക്കുമെന്ന് അദ്ദേഹം തന്നെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ ലോകം നമ്മെ വഞ്ചിക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളും മഹത്വവും എല്ലാം നമ്മെ തകർക്കുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളത് എത്ര സന്തോഷകരമായ, എത്രമാത്രം ആനന്ദനിർഭരമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നു, മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ, അവർ പ്രഭുക്കന്മാർ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പീൻ, ഞാൻ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ, ഞാൻ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടതായ എൻ്റെ ജനത്തോട് അറിയിക്കുന്ന കൽപ്പനയാണ്. എന്ത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനത്തോട് നിത്യനാ ദൈവം അറിയിക്കുകയാണ്, അവരെ കൈകാട്ടി വിളിപ്പീൻ, അവരെ എൻ്റെ അരികിലേക്ക് വിളിപ്പീൻ, ക്രൂശിൻ്റെ അരികിലേക്ക് വിളിപ്പീൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തണം. എന്താണ് ഈ മുട്ടക്കുന്ന്? പ്രവാചകൻ കൽപ്പിക്കുകയാണ്, ദൈവവചനം പറയുകയാണ്. മുട്ടക്കുന്ന് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതം നഷ്ടശിഷ്ട ജീവിതം, നഷ്ടപ്പെട്ടു പോയ ജീവിതം, പ്രശ്ന സങ്കീർണമായ ജീവിതം, തളർന്നു പോയ മനുഷ്യൻ ഇല്ലേ? നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അനേകരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, യാതനകൾ, അതുപോലെ മക്കളുടെ കാര്യം, മാതാപിതാക്കളുടെ വിഷയങ്ങൾ എല്ലാമായി മനുഷ്യനെന്ന് അലയുകയാണ്, വലയുകയാണ്. അവൻ അധ്വാനിക്കുന്നു, ഓടുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷേ ഫലമില്ല, മുട്ടക്കുന്നായി കഴിയുന്നു. ദൈവമക്കളെ, മുട്ടക്കുന്ന് എന്ന് പറയുമ്പോൾ അവിടെ നിരാശയുടെ ഒരു സിമ്പിളാണ്. നിരാശ. അവിടെ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിലും ഫലം കിട്ടുന്നില്ല. പ്രയോജനരഹിതമായ ചില സ്ഥലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. മൊട്ടക്കുന്നുകൾ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുമില്ലേ ചില മൊട്ടക്കുന്നിൻ്റെതായ അനുഭവം? വരണ്ടുപോയ ജീവിതം, മഴയില്ല, വേണ്ടതായ ഫലഭൂയിഷ്ടമായ ജീവിത അനുഭവങ്ങൾ പ്രാപിക്കണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ജീവിതം വരണ്ടു പോകുന്ന മനുഷ്യ ജീവിതങ്ങൾ. ദൈവമക്കളെ, നമ്മൾ എത്രയോ ആളുകൾ, ഇന്ന് യുവാക്കന്മാർ പോലും മനസ്സ് തളർന്നു വരണ്ട് ഈ ലോകത്തിൻ്റെ മയത്തിനും പാപത്തിൻ്റെ അടിമത്തത്തിലുമായി കഴിഞ്ഞു പോകുന്ന എത്രയെത്ര ജീവിതങ്ങൾ. എന്നാൽ ദൈവം പറയുകയാണ്, മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തിന്. അവിടെ തന്നെ നിന്റെ പ്രശ്നം എവിടെയാണ്? നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എവിടെയാണ്? അവിടെ തന്നെ കൊടി ഉയർത്തണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തു മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയ കാലം എനിക്കുണ്ടായിരുന്നു. കടബാധ്യത, ജപ്തി, രോഗങ്ങൾ, വലതുകണ്ണിലെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി.
എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ മനസ്സിലായി ഞാനൊരു മൊട്ടക്കുന്നാണ്. ആർക്കും പ്രയോജനമില്ല, എനിക്കും പ്രയോജനമില്ല, കുടുംബത്തിനും പ്രയോജനമില്ല. അങ്ങനെ ജീവിച്ചതായ ഒരു കാലം. എന്നാൽ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി കടന്നു വരുവാൻ ഇടയായി തീർന്നു. എനിക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 13-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഗർവത്തോടെ ഉല്ലസിക്കുന്ന വീരന്മാരെ ദൈവ കോപം നിവർത്തിക്കേണ്ടതിന് നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവ കോപം മനുഷ്യന്റെ മേൽ വരുന്നു. എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ ഓരോ ദിവസവും ക്രൂശിലേക്ക് വശീകരിക്കുകയാണ്, ദൈവ സ്നേഹത്തിലേക്ക് വശീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ താൻ്റെ ഗോത്രത്തിന്റെ അടയാളത്തോടു കൂടിയ കൊടിക്കരികെ പാളയമിറങ്ങണം എന്ന് കൽപ്പിച്ചു. കൊടി എന്തിനാണ്? അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. മാത്രവുമല്ല, ഒരു ക്രമമായ നടപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. നാം തിരിച്ചറിയണം. എന്താണ് നാം തിരിച്ചറിയേണ്ടത്? ഒന്ന്, ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. എൻ്റെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ്. ഞാനൊരു പാപി, എത്രയോ മഹാപാപിയാണെന്നുള്ള ബോധ്യം. മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്ന യേശുക്രിസ്തു എത്രമാത്രം പരിശുദ്ധനാണ്, മഹാപരിശുദ്ധനായ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ എന്നുള്ള ബോധ്യം. ദൈവമക്കളെ, ആ ഒരു ബോധ്യം കിട്ടുമ്പോൾ മനസ്സിലാകും നമുക്ക് ദൈവസന്നിധിയിൽ താളടിയായി വീഴാനുള്ള ഭാഗ്യം കിട്ടുന്നു. നമ്മുടെ പാപ ജീവിതത്തോട് യാത്ര പറയാനുള്ള ഭാഗ്യം കിട്ടുന്നു. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തുന്നത് ഒരു തിരിച്ചറിവ്. മറ്റൊന്നാണ്, ഒരു ക്രമമായൊരു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു കൊടിയുടെ പിന്നാലെ പോകുക എന്ന് വെച്ചാൽ ഒരു അടുക്കും ചിട്ടയുമുണ്ട് ജീവിതത്തിന്. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോക മാലിന്യങ്ങളിൽ പെടാതെ, ഈ ലോകത്തിൻ്റെ അഴുക്കിൽപ്പെടാതെ ക്രിസ്തുവിനെ നോക്കിയുള്ള യാത്ര, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കിയുള്ള യാത്ര. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായിയുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ കൊടി? വംശവും ഉദയനക്ഷത്രവുമായ യേശുക്രിസ്തു. 11-1 പറയും, എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവാകുന്ന ഈ കൊടി നമ്മുടെ ജീവിതത്തിൽ നാട്ടുമ്പോൾ നമ്മുടെ ജീവിതം പൂവണിയുകയാണ്, പുഷ്പിക്കുകയാണ്, ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. യേശുക്രിസ്തുവിനെ ഉയർത്തി. എവിടെ? മൊട്ടക്കുന്നായ ആ ഗോകുൽത്താ മലയിൽ. ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം കിട്ടി. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയും, 32-ാം വാക്യം, ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന്, ക്രിസ്തുവിലേക്ക് ആകർഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ സ്നേഹത്തിൻ്റെ ആകർഷണം നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. ഗോകുൽത്താ മലയിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ ഇതാ ഒരു ക്രൂശ് മുട്ടക്കുന്നിന്മേൽ ഉയർത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആർക്കും നോക്കാം, എവിടെ നിന്നും നോക്കാൻ കഴിയും. നോക്കിയാൽ കാണാവുന്നതായൊരു സ്ഥലം. പ്രിയപ്പെട്ടവരെ, ആർക്കും, ഏത് വ്യക്തിക്കും, ഏത് വംശത്തിലും ജാതിയിലും ഭാഷയിലും നിന്നുള്ളവർക്ക് കാണാൻ പറ്റത്തക്കവണ്ണം ക്രിസ്തുവിനെ ഗോകുൽത്താ മലയിൽ നിത്യനായ ദൈവം കാണിച്ചിരിക്കുകയാണ്. ക്രൂശിന്മേൽ കിടക്കുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയും, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രിസ്തുവിനെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയം യേശുവായിരിക്കണം, നമ്മുടെ അഭയം യേശുവായിരിക്കണം, നമ്മുടെ ആശ്രയം യേശുവായിരിക്കണം. ക്രിസ്തുവിങ്കിലേക്കുള്ള ആകർഷണം. 3 വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആശ്രയം, ഒന്ന് അഭയം, മറ്റൊന്ന് ആകർഷണം. യേശുക്രിസ്തുവുമായിട്ട് ദിവ്യമായ അഭേദ്യമായ പിരിയാത്ത ബന്ധത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിലുള്ള ആശ്രയം വേണം, യേശുക്രിസ്തുവിലുള്ള അഭയം വേണം, യേശുക്രിസ്തുവിനോടുള്ള ആകർഷണം, ദൈവ സ്നേഹത്തോടുള്ള ആ ഒരു ബന്ധത്തിൽ ജീവിക്കാൻ ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ ഉയർത്തേണ്ടതായ കൊടി അത് യേശുക്രിസ്തു മാത്രമായിരിക്കണം. ജയത്തിൻ്റെ കൊടി, ഒരു സ്നേഹത്തിൻ്റെ കൊടി, വിശുദ്ധിയുടെ കൊടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്ന് വരേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ കൊടി.
നാം ഈ ഭൂമിയിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ, നമ്മുടെ മറ്റുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ടവരല്ല. നാം വിശുദ്ധരായി തീരണം. നീ ജീവനുള്ള ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധരായി തീരണം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളെ മാതൃകയാക്കാതെ നമ്മളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം വിശുദ്ധരായി തീരണം. പ്രിയപ്പെട്ടവർ, എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമ്മെ സ്നേഹത്തോടെ ഓരോ ദിവസവും ക്രൂശിലേക്ക് ആകർഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കോടെ നമ്മുടെ സ്നേഹത്തെ കർത്താവ് ദിനംതോറും നയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും ദൈവവചനത്തിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്ന ഭാഗ്യം അതാണ്. ദിനംതോറും യേശുവിനോടുള്ള സ്നേഹം, യേശുവിനെ പിൻപറ്റണം. ഓരോ ദിവസവും ക്രിസ്തുവിനോട് അടുത്തടുത്ത് വരുവാനുള്ള സൗഭാഗ്യം കർത്താവ് തരികയാണ്. ദൈവ സ്നേഹം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം പറയും, അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്നൊരു സ്നേഹത്തിൻ്റെ കൊടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സന്തോഷിക്കുന്ന കാര്യമാണ്. ആ സ്നേഹത്തിൻ്റെ കൊടിയാണ് ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ വരേണ്ടത്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടതായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വരുമ്പോൾ എന്തൊരു സൗഭാഗ്യമാണ്. ആ കുടുംബം സന്തോഷമായി തീരുന്നു, ഐക്യമാകുന്നു. കുടുംബത്തിലെ ഭിന്നതകളെല്ലാം മാറി ഐക്യവും സ്നേഹവും ഒരു മനസ്സും അവിടെ ലഭിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അന്തരീക്ഷം. പല കുടുംബങ്ങളിലും ഇന്ന് സ്നേഹം വറ്റിയിരിക്കുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പുതപ്പ് നമ്മിലേക്ക് വരുമ്പോൾ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. പഴയ തിന്മയോടെല്ലാം യാത്ര പറയുന്നു. ക്രിസ്തു ജീവിതം ഏറ്റെടുക്കുന്നു. യേശു ക്രിസ്തു ജീവിതത്തെ ഭരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ സ്നേഹം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു എന്ന് നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ത്തിനായ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. മോശ ദൈവജനത്തെ നയിച്ചുകൊണ്ട് കനാൻ നാട്ടിലേക്കുള്ള ജൈത്രയാത്ര. എന്നാൽ രഫീദീമിൽ വന്നപ്പോഴാണ് ശത്രു സൈന്യം, അമോലേക്ക് സൈന്യം ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാനായിട്ട് യുദ്ധസന്നദ്ധരായി വന്നു. മോശ പറഞ്ഞു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് യോശുവയോട് കൽപ്പിക്കുകയാണ്, നീ ചെന്ന് പോരാടുക, യുദ്ധം ചെയ്യുക എന്ന്. യോശുവ യുദ്ധസന്നദ്ധനായി തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്തു. മോശയും ഹൂരും അഹറോനും മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. മോശ ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ ഹൂരും അഹറോനും എന്ത് ചെയ്തു? ഇരുകരങ്ങളും മോശയുടെ കൈക്ക് ക്ഷീണം വന്നപ്പോൾ ഇരുകരങ്ങളും താണുപോകാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശത്ത് നിൽക്കുകയാണ്. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈ താണു വരുമ്പോൾ ശത്രു സൈന്യം ജയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയും മോശയുടെ കൈ ദൈവസന്നിധിയിൽ ഉയർത്തിയിരുന്നു. ഇസ്രായേൽ ജനം ജയിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മെ ജയിപ്പിക്കുന്ന ഒരു യേശുക്രിസ്തു കൊണ്ട് ജയത്തിൻ്റെ കൊടി യഹോവ നിസി, നമ്മെ ജയിപ്പിക്കുന്ന ഒരു കൊടിയുണ്ട്. അത് ആരാണ്? യേശുക്രിസ്തു പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായി, നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഏക മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തു, ആ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ അരികിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസന്നിധിയിലേക്ക് ചെല്ലുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവൻ പാപമൊഴികെ സർവ്വത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസന്നിധിയിലേക്ക് ചെല്ലുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരു ജയത്തിൻ്റെ കൊടി കർത്താവ് നൽകിയിട്ടുണ്ട്. ജയശാലികളായി ഭൂമിയിൽ നാം ജീവിക്കണം. ശത്രുവിൻ്റെ ആയുധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയെല്ലാം തോൽപ്പിക്കുവാൻ തക്കവണ്ണം. ഏതാണ് ശത്രു? നമ്മുടെ ശത്രു ആരാണ്? ദുഷ്ടനായ പൈശാചികനാണ്. ഈ ഭൂമിയിൽ മനുഷ്യരല്ല, ജഡരക്തങ്ങളല്ല നമ്മുടെ ശത്രു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത്
ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു യുദ്ധമുണ്ട്. അമാലേക്കിനോടുള്ള യുദ്ധം, തലമുറയായ യുദ്ധം, ശത്രുവിനോടുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ നമ്മെ ജയിപ്പിക്കുവാൻ ജയത്തിൻ്റെ കൊടി ക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിക്കും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവന് ജീവിതത്തിലെ ആകുലങ്ങൾ, ഭാരങ്ങൾ, അവനെ കീഴ്പ്പെടുന്ന പൈശാചിക ശക്തികളുടെ മേൽ യേശുക്രിസ്തു നമുക്ക് ജയം നൽകിയിട്ടുണ്ട്. ദൈവം നമ്മെ വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ? ഒന്ന്, യേശുക്രിസ്തുവിനെ നാം പ്രതിനിധീകരിക്കുവാൻ, പ്രതിബിംബിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. രണ്ട്, യേശുക്രിസ്തുവിനെ പിൻഗമിക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. മൂന്ന്, ക്രിസ്തുവിൻ്റെ ജയത്തിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ, ജയജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. നാലാമത്തെ കാര്യമാണ്, നിത്യജീവന്റെ അവകാശം ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. സങ്കീർത്തനം 20-ാം സങ്കീർത്തനം 5-ാം വാക്യം, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തുമെന്ന്. ഏതാണ് ഈ കൊടി പ്രിയപ്പെട്ടവരെ? ജാതികൾക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്ന കൊടി, അത് സുവിശേഷത്തിൻ്റെ കൊടിയാണ്. ഈ തലമുറയിൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നതായി ഈ കാലയളവിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സത്യസാക്ഷികളായി, സുവിശേഷവാഹികളായി ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. യെരമ്യാ പ്രവാചകൻ 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയും: ദേശത്തെ കാഹളബൂതുവാൻ പറവീൻ, കൂടി വരവീൻ, നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാമെന്ന് ഉറക്കെ വിളിച്ചു പറവീൻ, സിയോന് കൊടി ഉയർത്തുവീനെന്നും. ദൈവത്തിന് സ്തോത്രം. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവാൻ, സുവിശേഷ കാഹളം ഊതുവാൻ, ജയത്തിൻ്റെ ഘോഷം പുറപ്പെടുവിക്കുവാൻ നിത്യനാ ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. ഈ തലമുറയിൽ പ്രിയപ്പെട്ടവർ, യേശു നമ്മെ ക്ഷണിക്കുകയാണ് സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലേക്ക്, ക്രിസ്തുവാകുന്ന കൊടിക്കീഴിലേക്ക്, ആ സ്നേഹത്തിൻ്റെ കൊടിയിലേക്ക്, യഹോവ നിസി, ജയത്തിൻ്റെ കൊടിയിലേക്ക്, കൊടിക്കീഴിലേക്ക്, സുവിശേഷമാകുന്ന കൊടിക്കീഴിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ ഇന്ന് ക്ഷണിക്കുകയാണ്. നാം എന്തു പറയുന്നു? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, സഹോദര, നിന്റെ ജീവിതത്തിൽ പരാജയമുണ്ടോ, വീഴ്ചയുണ്ടോ? നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിനാ ജീവിതം സമർപ്പിക്കുക. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുന്ന ജീവനുള്ള ദൈവം നിന്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു എഴുന്നള്ളി വരട്ടെ. കർത്താവ് നിന്റെ ജീവിതം ഏറ്റെടുക്കുകയാണ്. ഇന്ന് കർത്താവേ, ഞാൻ നിന്റെ വക എന്നൊരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വരുമ്പോൾ, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിതം ക്രിസ്തുവിനായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി, ഞാൻ അമ്പയെ പരാജയപ്പെട്ടു പോയ വ്യക്തിയാണ്, ഞാൻ ക്ഷീണിച്ചു, തളർന്നു, വാടി. എന്നാൽ യേശുവേ, ഈ തകർന്നു പോയ ജീവിതം അവിടുത്തെ മുറിഞ്ഞ പാദപീഠത്തിലേക്ക് ഞാനിതാ സമർപ്പിക്കുകയാണ്. ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്? പ്രിയ ദൈവമക്കളെ, ജീവിതം ഈ വൈകിയ വേളയിലാണെങ്കിലും നമുക്ക് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവൻ നമ്മെ ഉയർത്തും. അവൻ നമ്മെ ജയശാലിയായി സ്നേഹത്തിൻ്റെ വാക്താക്കളായി ജീവിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബം ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ, നമ്മുടെ സഭകൾ, നമ്മുടെ ഇടവകകൾ ഏറ്റവും അനുഗ്രഹീതമായി തീരട്ടെ. സ്നേഹത്തിൻ്റെ വാക്താക്കളായി നമുക്ക് ഈ തലമുറയിൽ ജീവിക്കണം. ഈ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി ജീവിക്കണം. സ്നേഹത്തിൻ്റെ ഫലം ഉള്ളവരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. ആത്മാവിൻ്റെ ഫലമോ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയും. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നമുക്ക് ക്രിസ്തുവിന് ഫലം കായ്ക്കുന്നവരെ ഈ തലമുറ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനാ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവേ, ആ ക്രൂശിലെ സ്നേഹത്താൽ അടിയങ്ങളെ നിറയ്ക്കണമേ. മുട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ ഫലങ്ങൾ കായ്ച്ചുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ഈ തലമുറയിൽ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ, ജയത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രാജ്യത്തിനായി ഞങ്ങൾ ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ.